ഐൻസ്റ്റീൻ പറഞ്ഞു ടൈം റിലേറ്റീവാണ്. അപ്പോൾ എന്താണ് റിലേറ്റീവ്? ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സ്പേസ് മിഷൻ്റെ ഭാഗമായിട്ട് ISROയുടെ സ്പേസ് മിഷൻ്റെ ഭാഗമായിട്ട് വേറൊരു പ്ലാനറ്റിൻ്റെ ലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോഴത്തേന് എൻ്റെ ഒരു വാച്ചുണ്ട്. ഞാൻ ആ വാച്ചിലേക്ക് നോക്കുവാണ്. അപ്പോൾ എനിക്ക് വേറെ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. എൻ്റെ വാച്ചിൽ പെർ സെക്കൻഡ് തന്നെ ടിക്ക് ചെയ്യും, എല്ലാം നോർമലാണ്. പക്ഷേ കുറച്ച് ദൂരത്ത് നിന്നിട്ട് ഇപ്പോൾ നമ്മുടെ എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ISROയിൽ നിന്ന്. അവർ നോക്കുമ്പോൾ എൻ്റെ വാച്ച് മച്ച് സ്ലോവറായിട്ടായിരിക്കും ടിക്ക് ചെയ്യുന്നത്. അവരുടെ പെർസ്പെക്റ്റീവ് ഞാൻ സ്ലോ ആയിരിക്കും. ഇപ്പം ഞാൻ ആ പ്ലാനറ്റിനേക്കാളും കൂടുതൽ മാസമുള്ള ഒരു പ്ലാനറ്റിൻ്റെ അടുത്തേക്കാണ് പോയി നോക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്നെ ഒരാൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിലും മറ്റ് സ്ലോവർ ആയിരിക്കും എൻ്റെ ടൈം അവിടെ. ഇപ്പം ഞാനൊരു ബ്ലാക്ക് ഹോളിന്, ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തേക്കാണ് പോയതെങ്കിൽ എനിക്ക് എത്രയോ അധികം സ്ലോവർ ആയിരിക്കും എൻ്റെ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു സെയിം എഫക്റ്റാണ് ഇൻ്റർസ്റ്റെല്ലാർ സിനിമയിൽ കൂപ്പറും ടീമും മറ്റേ ഗർഗൻഡോ എന്ന് പറയുന്ന ആ ബ്ലാക്ക് ഹോളിനടുത്ത് പോകുമ്പം അവർക്ക് ഓരോ ടിക്കും ഭൂമിയിൽ 7 വർഷമായിട്ട് കണക്കാക്കുന്നത്. ഇനി ഇതുണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് പ്ലാനറ്റ്സ് മാസമുള്ളൊരു ഒബ്ജക്റ്റാണ്. പ്ലാനറ്റ്സ് അല്ലെങ്കിൽ സണ്ണ്, ബ്ലാക്ക് ഹോൾസ് ഒരു മാസമുള്ള ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ മാസമുള്ള ഒബ്ജക്ട്സ് സ്പേസിലും ടൈമിലും ഒരു ഡിസ്റ്റോർഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റോർഷൻ കാരണം ടൈം അവർക്ക് ബെൻഡ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റോർഷൻ കാരണമാണ് അവർക്ക്, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു മെഷീനുമായിട്ട് ആ പ്ലാനറ്റിൽ പോയപ്പോൾ ആ പ്ലാനറ്റിൻ്റെ മാസം എത്രയാണോ ആ റേറ്റിനനുസരിച്ചായിരിക്കും അവിടുത്തെ ഡിസ്റ്റോർഷൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ ടൈം അവിടെ നിശ്ചയിക്കുന്നത്. ഇതേ എഫക്റ്റാണ് മറ്റേ ട്വിൻ പാരഡോക്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സയൻസ് റിലേറ്റഡ് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ.